ജൂട്ടിൻ്റെ കാര്യം പറഞ്ഞതിന് ഇതൊരു ജൂട്ടാണ്, രണ്ട് കളറായിട്ട് തയ്ക്കാനുള്ള ഇത് റെഡിയാക്കി വെച്ചതാണ്. ഇതൊരു ജൂട്ട് കളറ്. പിന്നെ ഈ ഒരു കളറുണ്ട്, നല്ല ചെറുതാണ്, അടുത്ത് വെച്ചതാണ്. പിന്നെ ഈ ഒരു മോഡലിൽ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് കോളേജ് കുട്ടികൾക്കെല്ലാം പോകാനായിട്ടുള്ളൊരു നല്ലൊരു ഇതേപോലത്തെ ഒരു മോഡൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതും ഒരു ജൂട്ടാണ്. പിന്നെ ഒരു ജൂട്ടിൻ്റെ രണ്ട് കളറായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കളറ്. ഇതെല്ലാം ഞാൻ സെറ്റാക്കി വെച്ചതാണ്, ഓരോ കളറ് ഈ രണ്ട് കളറാക്കിയിട്ട് കൊടുക്കാൻ. അപ്പോൾ ഇതെല്ലാം കംപ്ലീറ്റ് ആക്കണം. ഇതൊരു ചെറിയ ബാഗാണ്, രണ്ട് കളറ്. ഇതും ജൂട്ടിൻ്റെയാണ്. ഒരു ജൂട്ടിൻ്റെ ഒരുപാട് നല്ല ഇത് കളറ്, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഏത് മോഡലാണ് ഇത്. പിന്നെ എല്ലാ കുറച്ച് കളറുകളെല്ലാം മൾട്ടി കളറായിട്ട് ജൂട്ടായിട്ടും സാധാരണ ഒരു വെൽവെറ്റിൻ്റെ എല്ലാം ആയിട്ട് നല്ല സൂപ്പർ കളറാണ്. നല്ലൊരു മൾട്ടി കളറായിട്ട് പല കളറിൻ്റെ ആയിട്ട് കൊടുത്ത്. ഇത് ചെറിയ ബാഗാണ്. പിന്നെ ഇതും ഒരു ജൂട്ടിൻ്റെയാണ്. ഇതിൻ്റെ ഒരു ബാഗുണ്ട്, പകുതിയാക്കി വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ ഇതൊരു മോഡൽ റൗണ്ട് ഒരു ഇതായി കട്ട് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഇതും ഒരു ബാഗിൻ്റെയാണ്, നല്ല സോപ്പൊക്കെല്ലാം പറ്റിയ തുണീൻ്റെ ഒരു നല്ല കട്ടി ടൈപ്പാണ്. ഇത് കുറച്ച് വണ്ണമില്ല ജൂട്ടിൻ്റെ, കള്ളി വണ്ണമായിട്ടുള്ള നല്ല ജൂട്ടിൻ്റെ. നല്ല ഒരുപാട് ഞാൻ തയ്ച്ചിട്ടുണ്ട്, ഒരുപാട് സെയിൽ ചെയ്തിട്ടുണ്ട്. ഇതും ഒരു ജൂട്ടിൻ്റെയാണ്. ഇതൊരു വേറെ കളറ്. പിന്നെ ഇത് ബ്ലാക്കിൽ വരുന്ന ജൂട്ട്. പിന്നെ ഇത് രണ്ട് മോഡലായിട്ട് വരുന്നത്, ഇത് രണ്ട് മോഡലായിട്ട് വരുന്നത് ഒരു ജൂട്ടിൻ്റെ ഇതാണ്. നേരത്തെ കാണിച്ചതിൻ്റെ അത് തന്നെ ജൂട്ടിൻ്റെയാണ്. പിന്നെ അത് ജൂട്ടിൻ്റെ എല്ലാം കഴിഞ്ഞ് പിന്നെ ഇത് വെൽവെറ്റിൻ്റെ ഒരു ബാഗ് ഞാൻ പകുതി ആക്കി വെച്ചിട്ടുണ്ട്. വെൽവെറ്റിൻ്റെ ഇങ്ങനെ ഓരോന്നെല്ലാം പകുതി കുറച്ചെല്ലാം സെറ്റാക്കി അവിടെ വെക്കും. പിന്നെ എല്ലാത്തിനും വേണ്ടത് ജോയിൻ്റ് ആക്കിയിട്ട് കൊടുക്കും. ഇതിൻ്റെ അകത്ത് തന്നെ ഇവിടെ ഒരു കള്ളിയുണ്ട്, ഇവിടെ ഒരു കള്ളി. ഇനി ഇതിൻ്റെ അകത്ത് അങ്ങനെ ഈ ചെറിയ ബാഗിൻ്റെ അകത്ത് തന്നെ 4 കള്ളിയോളം വരും. അങ്ങനത്തെ ഇത് വെൽവെറ്റിൻ്റെയാണ്. ഇത് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല, ഇനി പകുതി പണിയുണ്ട്. ഇത് നല്ല ഇതെല്ലാം കൊടുക്കണം, നല്ല ഇതൊരു ചെറിയ പേഴ്സിൻ്റെയാണ്. ഇതുമെല്ലാം കൊടുക്കണമല്ല, ഇങ്ങനെ പകുതി സെറ്റാക്കി വെക്കും. എന്നിട്ട് ഓർഡർ ചെയ്യുമ്പം കൊടുക്കും. ഇതൊരു ചെറിയൊരു പേഴ്സിൻ്റെയാണ്, നമ്മളെ കൈ പേഴ്സ്. ഇത് ഇങ്ങനെയായിട്ടുള്ള ഒരു മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ മോഡലിലായിട്ട് അവിടെ ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇത് തുണീൻ്റെയാണ്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ പേഴ്സായിട്ട് എടുക്കാം. ഇതും പിന്നെ അപ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ് ഒരു മൊത്തത്തിൽ കൊടുത്താൽ നമുക്ക് വേഗം തയ്ച്ചിട്ട് എടുക്കാം. ഇതും അതേപോലെ ഇതൊരു മോഡൽ ഇതാണ്. അതിൻ്റെ തുണികളെല്ലാം നിറച്ചവിടെ വെച്ചതാണ് ഇതിൻ്റെ അകത്ത്. ഇതെല്ലാം കുറേ പകുതിയാക്കിയ പണിയുണ്ട്. ഇത് ഇരിക്കുമ്പോൾ ഇതും ഒരു മോഡലാണ്. 2 കാത് കൊടുക്കണം, ഇതിൻ്റെ ചെയിന് കൊടുക്കണം. ഇതിന് വെറും 2 ഇത് വരുന്നുള്ളൂ. ഇതൊരു ഫാൻസി ടൈപ്പാണ്, നല്ല ഫാൻസി ആയിട്ട് നല്ല മോഡലായിട്ട് നല്ല രസമായി ഇതിന് കൊടുത്താൽ നല്ല ഇതായിട്ട് നിൽക്കും. അതേപോലെ തന്നെ അതേ മോഡലിൽ തന്നെ കുറച്ച് വണ്ണത്തിലായിട്ട് ഇതെല്ലാം തുണിൻ്റെയാണ്, വണ്ണത്തിലായിട്ടുണ്ട്. പിന്നെ അടിയിൽ കുറേ ഉണ്ട്, ബാഗെല്ലാം തയ്ച്ച് വെക്കുന്നതാണ്. അടിയിലെല്ലാം കുറേ വരും. അപ്പോൾ ഇതിനും ഇതേപോലെ 2 കാത് കൊടുത്ത് നല്ല ഇതിങ്ങനെ നല്ല ഫാൻസി ആയി നല്ല മോഡലായിട്ട് ഇങ്ങനെ കൊണ്ടുപോകാം. നല്ല രസമാണ് കാണാൻ. ഇതൊരു പേഴ്സിനാണ്, കറുത്ത പേഴ്സ്. ഇതൊരു കരിനീല പേഴ്സ്. ഇതെല്ലാം സെറ്റാക്കി വെച്ചിനി. ഇനി ഇതും ഒരു വേറൊരു ഇത് രണ്ടും വെൽവെറ്റിൻ്റെയാണ്. ഇത് രണ്ടും വെൽവെറ്റിൻ്റെയാണ്. പിന്നെ വേറെ ഒരു മോഡൽ നല്ല രസമാണ് കാണാൻ. ഇത് ചെറിയ കൈ, ഇത് രണ്ട് കൈ വെക്കണം, കൈ കൂടെ ചെയ്തു ഇങ്ങനെ 2 കാത് കൊടുത്ത് ഇങ്ങനെ തൂക്കിയിട്ട് പോകാം. നല്ലൊരു രസമാണ്. സാധനം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും, നല്ല സൂപ്പർ രസമാണ് കാണാൻ. ഇതെല്ലാം കഴുകി എടുക്കാം നമുക്ക്. പിന്നെ ഇതൊരു പച്ച, ഇതും നല്ലൊരു ഇതാണ്. ഇതിനും കാത് കൊടുത്ത് ഇത് നല്ലൊരു കൊട്ട മോഡൽ ടൈപ്പ്. നല്ല 2 കാതും 2 പീശി ഉണ്ടാവും. അങ്ങനെ കൊടുത്താൽ നല്ല ഇതെല്ലാം കഴുകി വാഷ് ചെയ്ത് നമുക്ക് എടുക്കാം.
വക വേസ്റ്റ് വരുന്ന ഈ കർട്ടൻ്റെ എല്ലാം വേസ്റ്റ് വരുന്നത് ഇതെല്ലാം കുറേ ഉണ്ടതിനെല്ലാം കൊടുത്ത് ഇത് നമുക്ക് ചവിട്ടിയായിട്ട് ഉപയോഗിക്കാം, ടീപ്പോയ്ക്കായിട്ട് ഉപയോഗിക്കാം. കുഷനായിട്ടാണെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ കവർ കൊടുത്തിട്ട് ഒരു കവറിങ് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് പഞ്ഞി നിറഞ്ഞിട്ട് കുഷനാക്കിയിട്ട് വെക്കാം. ഇതെല്ലാം ഞാൻ സെയിൽ ചെയ്ത് ഇനി ഇത് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം ഇങ്ങനെ വെച്ച് ഇങ്ങനെ നമ്മൾ അങ്ങനെ സാധനം കൊണ്ടുവരുമ്പോൾ എല്ലാം ചാക്കിൽ കെട്ടി വെച്ചതാണല്ലോ. ഞാൻ ഇസ്ത്രീയിട്ട് ഇതും ഈ വേസ്റ്റ് വരുന്ന കർട്ടൻ്റെ വേസ്റ്റ് വരുന്നതിനെ കൊണ്ട് ഞാൻ തയ്ച്ചതാണ്. ഒരുപാടുണ്ടെല്ലാം നമ്മൾ ഓരോ ചന്ത വരുമ്പോൾ നമ്മൾ കൊണ്ട് അവിടെ കൊടുത്താൽ അവരത് സെയിൽ ചെയ്തിട്ട് പൈസ തരുന്നുണ്ട്. അവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് പിന്നെ ഇതൊരു പേഴ്സ് ആക്കേണ്ടിയിട്ടാണ്. ഈ പേഴ്സിനൊരു പ്രത്യേകതയാണ് വെച്ചാൽ ഇതൊരു ചെറിയ പേഴ്സാണ്. നമുക്ക് ബാങ്കിലെല്ലാം പോകുമ്പോൾ ആണെങ്കിലും അതിൻ്റെ ഈ ഒരു കരറ്റിന് ബാങ്കിൻ്റെ പുസ്തകം വെക്കാനായിട്ടുള്ള ഒരു കരറ്റ് ഒരാൾ ഇങ്ങനെ കുറേ ആൾ എടുക്കുന്നതുകൊണ്ട് പറഞ്ഞിട്ട് ഇങ്ങനെ തയ്ച്ച് സ്റ്റോക്കാക്കി വെക്കും. ഇത് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. ഇതിൽ വെള്ളം കടക്കൂല. ഇതെന്ന് വെച്ചാൽ വാട്ടറിൻ്റെ ഒരു കീശ ഇവിടെയുണ്ട്, വേറെ ഒരു കീശ ഇവിടെയുണ്ട്, അങ്ങനെ 2 കീശയായി. പിന്നെ ഇവിടെ പുറത്തോട്ട് ഇവിടെ ഒരു കീശയുണ്ട്. പിന്നെ ഇവിടെ ഇനി ഇതിൻ്റെ അടിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ 2 വേണമെങ്കിൽ 2 വെക്കാം, 1 വേണം, അങ്ങനെ 4. ഈ ഒരു പേഴ്സിൽ തന്നെ നമുക്ക് 4 കള്ളിയോളം നമുക്ക് കൊടുക്കാം. നല്ലൊരു ഇതാണ്, നല്ലൊരു മോഡലുമായിട്ട് ഒരു പേഴ്സുമായിട്ട്. കാത് വേണം, കാത് വീട്ടിൽ അതിങ്ങനെ റെഡിയാക്കി വെക്കുന്ന ചില ആൾ പറയും കാത് വേണ്ട ഇങ്ങനെ മതി, ചിലയാൾക്ക് കാത് വെക്കണമെങ്കിൽ കാത് വെക്കും. ആ സമയത്തെല്ലാം ഇഷ്ടംപോലെ ആൾക്കാർ ബാഗിൻ്റെ നോക്കാൻ വരുമല്ലോ, ഏത് സെലക്ട് ആക്കിയിട്ട്. അപ്പോൾ അതിനനുസരിച്ച് പെട്ടെന്ന് വേണമെങ്കിൽ അത് തയ്യാറാക്കി കൊടുക്കുന്ന. പിന്നെ ഇത് ഇത്ര ഇതിലുള്ളൊരു ബാഗിൻ്റെയാണ്. ഈ ബാഗ് എന്ന് വെച്ചാൽ നമ്മൾ കുറേ ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ടീച്ചേഴ്സ്മാരാണെങ്കിൽ നമുക്ക് ടീച്ചർമാരായാലും ഈ കുട്ടികളായാലും പോകുന്ന സമയത്ത് അവർ ഇങ്ങനെ 2 ആക്കി 2-3 ആക്കി കൊടുത്തുതരാൻ അവർക്ക് ഇഷ്ടമായതുകൊണ്ട് കുറേ ആൾ ഓർഡർ ചെയ്യും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ റെഡിയാക്കി വെച്ചതാണ്. ഇത് കംപ്ലീറ്റ് ആയില്ല. ഇതിൻ്റെ കവറിങ് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഇത് അടിഭാഗം, ഇത് ഇവിടെ ഒരു കീശ, ഇവിടെ ഒരു കീശ. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പേപ്പറോ ഇതോ വെക്കണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇവിടെ ഒരു ഇത്. പിന്നെ നമ്മൾ വാട്ടർ ഇതുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് കുപ്പി ഇങ്ങനെ നന്നായിട്ട് കുപ്പി ഇങ്ങനെ ഇട്ട് കൊടുക്കാനുള്ള ആ ഒരു ചെറിയ കുപ്പി ഇങ്ങനെ ഇട്ട് കൊടുക്കാനുള്ളത്. പിന്നെ നമുക്ക് സൈഡിൽ അങ്ങനെ ഒരു 8 കള്ളിയായാലും 9 കള്ളിയായാലും 10 കള്ളിയായാലും അങ്ങനെ ആക്കി കൊടുക്കും. നല്ലൊരു ബാഗ്. പക്ഷേ അതിന് ഇച്ചിരി റേറ്റ് കൂടും. കള്ളി എന്ന് വെച്ചാൽ നല്ല മെറ്റീരിയലാണ്. ഇത് വെള്ളം കിടക്കില്ല, വാട്ടർ പ്രൂഫ് എന്താണ് വെള്ളം കണക്കാക്കിയാണ്. പിന്നെ ഇതെല്ലാം ഞാൻ പേഴ്സിനാക്കിയിട്ട് എല്ലാം ജോയിൻ്റ് ആക്കി വെച്ചതാണ്. ഇതിനൊരു കറുപ്പ് ഇതാക്കി കൊടുത്താൽ മോഡലായ പേഴ്സായി. പിന്നെ ഇതിൻ്റെ തന്നെ മെറ്റീരിയൽ കറുപ്പ്, ഇതെല്ലാം വെള്ളം കടക്കാത്ത ഇതാണ്. അതിൻ്റെ തന്നെ കറുപ്പ് കൂടിയുണ്ട്. പിന്നെ ഇത് 2 കളറായിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ ഇത്രയേ ഉള്ളൂ. ബാക്കിൽ നമ്മൾ ഈ ഒരു നീല വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ ഈ ഒരു
വേറൊരു ചെറിയൊരു ബാഗിൻ്റെ തയ്ക്കാൻ പോവാം. അപ്പോൾ ഇതിൻ്റെ തന്നെ നമുക്ക് 2 പീസ് വേണം, മുമ്പിൽ വെക്കുന്നതും ബാക്കിൽ വെക്കുന്നതും. പിന്നെ മോഡലായിട്ട് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും കളർ, നമുക്ക് 2 തരം കളർ വേണമെങ്കിൽ 2 തരം കളർ കൊടുക്കാം. പിന്നെ ബാക്കിൽ മാത്രം, സൈഡിൽ മാത്രമാണെങ്കിൽ സൈഡിൽ ബ്ലാക്ക് കൊടുത്താൽ നല്ല രസമുണ്ടാവും. അപ്പോൾ ഞാൻ ഇതിൻ്റെ സൈഡിലേക്ക് ബ്ലാക്കാന്ന്, ഇതിൻ്റെ സൈഡിൽ വരുന്ന ഇത് ബ്ലാക്കാന്ന് കൊടുക്കുക. എന്ന് വെച്ചാൽ വെറും ബ്ലൂ ആകുമ്പോൾ ഒരു ഇതുണ്ടാവില്ല. അപ്പം അതിന് വേണ്ടുന്ന ബ്ലാക്ക് ഞാൻ സൈഡിൽ 2 സൈഡിലും ഇതിൻ്റെ കാതുമായിട്ട് ബ്ലാക്ക് കൊടുക്കും. ഇതിൻ്റെ നീല കാത് തന്നെയാകുമ്പോൾ ചിലത് വേഗം വൃത്തികേടായി പോകും. അതുകൊണ്ട് ഇതിൻ്റെ കാതിന് ബ്ലാക്ക് കൊടുക്കും, സൈഡിന് ബ്ലാക്ക് കൊടുക്കും. പിന്നെ അതിൻ്റെ മേലെ ചെയിൻ ഇതാക്കുന്നത് ബ്ലാക്ക് കൊടുക്കും. സൈഡിലേക്ക് ഇനി ഇതിൻ്റെ ലൈനിങ് വേണം. നമുക്ക് ഇതിൻ്റെ കഴിഞ്ഞ് 2 ഭാഗത്തുള്ള ഇത് കൊടുത്ത് ഇനി നമുക്ക് ബ്ലാക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ലൈനിങ് വെക്കുന്നത് നല്ല മെറ്റീരിയലാണ്. ഇതിന് നല്ല റേറ്റും ഉണ്ട്. പിന്നെ മെറ്റീരിയലും നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ്. ഇത് നല്ല വിലയുള്ളതുമാണ്, നല്ല ക്വാളിറ്റിയാണ്. ഇത് കഴുകിയാൽ പോലെ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ബാഗിൻ്റെ എല്ലാം വേഗം ഇങ്ങനെ ഇതായിപ്പോവും, വേഗം കീറിപ്പോവും, തോട്ട വരും. പക്ഷേ ഇത് വരില്ല. ഇത് നല്ല ക്വാളിറ്റി, നല്ല മെറ്റീരിയൽ ഇതിൻ്റെതാണ് ഞാൻ പിന്നെ ഇതിന് കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ബാഗ് കൊടുത്തു കഴിഞ്ഞാൽ, എൻ്റെ ബാഗിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. ഒരു ബാഗ് കൊടുത്തു കഴിഞ്ഞാൽ 2-3 കൊല്ലം ഓരോരുത്തർ ഉപയോഗിക്കുന്നുണ്ട്. എന്നാലും അത് പഴയതാണെന്ന് വിചാരിച്ച് അവർ ഇട്ട് അവിടെ എന്തെങ്കിലും സാധനം, എന്നാലും അവർ എടുത്ത ആളെല്ലാം പറയുന്നുണ്ട് നല്ല ബാഗാണ്, നല്ല മെറ്റീരിയലാണ്, നല്ല ഉറപ്പുള്ളതാണ്. സാധനം എത്ര ഇട്ടതെന്ന് വെച്ചാൽ സ്ത്രീകളെ സ്വഭാവം എനിക്കറിയാലോ, നമ്മൾ എല്ലാവരും അങ്ങനെയാണല്ലോ.
എന്ത് കാണുന്നതും എല്ലാം ആ ബാഗിൻ്റെ ഉള്ളിൽ കുത്തി നിറച്ചിട്ട് അങ്ങ് പോകും. അതാണ് നല്ല സ്ത്രീകൾ പരിപാടി. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല മെറ്റീരിയലും നല്ല ഇതുമെല്ലാം കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഒന്നും ലോക്കലായിട്ട് ഉപയോഗിക്കുന്നില്ല. നമ്മളിതിൻ്റെ ലൈനിങ് മുറിച്ച് സൈഡിൽ വെക്കുന്ന നിമിഷം എത്ര ഇതായിരിക്കും. ലൈനിങ് തുണിയാണ്. നല്ല തുണി മുറിക്കാനുണ്ട്, നല്ല കറുപ്പിൻ്റെ മുറിക്കാനുണ്ട്. ലൈനിങ് മാത്രമാണ്. ഇതൊരു ക്രോസായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ എടുത്താലേ ശരിയാവുള്ളൂ. ഇവിടുന്ന് ഇതെല്ലാം ഇങ്ങനെ പെട്ടെന്ന് മുറിക്കണ്ടേ എന്ന് ഞാൻ കാർഡ്ബോർഡിലെല്ലാം കട്ട് ചെയ്ത് വെക്കും. ഞാൻ കാർഡ്ബോർഡൊന്നും എവിടെയാണെന്നും കാണുന്നില്ല. അപ്പം കാർഡ്ബോർഡെല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് ബാഗ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് ജോലി ഒരുങ്ങും. നമുക്ക് പിന്നെ അത് കണക്ക് ഇത് ഒപ്പിച്ച് റെഡിയാക്കേണ്ട ആവശ്യമില്ല. അപ്പം എല്ലാം ഞാൻ കാർഡ്ബോർഡിൽ ആക്കിയിട്ട് റെഡിയാക്കി വെക്കുന്നതാണ്. ഓനായിട്ട് നമ്മൾ ഉള്ളിൽ ഇത് കൊടുക്കും. സ്റ്റാൻഡ് ഇത് കൊടുക്കും. ഇതുപോലത്തെ ഒരു മെറ്റീരിയൽ കൊടുക്കും. എന്താണെന്ന് വെച്ചാൽ വേഗം ഒരു കാണുമ്പോൾ ഒരു ഇതായിട്ടുണ്ടാവും. ഇതിങ്ങനെ നമ്മൾ കൊടുക്കും. അപ്പോൾ ഇത് കൊടുക്കാൻ പോകും. ഫിറ്റാക്കി കൊടുക്കും. എന്നിട്ട് ഇത് ഫിറ്റായി ഇത് ആദ്യം നമ്മൾ ഫിറ്റാക്കി കൊടുക്കണം. എന്നിട്ടാണ് ഇതിൻ്റെ കവറിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമുക്കിത്
ഇതിൻ്റെ മെഷീനുണ്ട്, പക്ഷെ കറണ്ട് കുറേ കൂടുതലായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ബില്ല് കുറക്കാമെന്ന് വിചാരിച്ചിട്ടാണ് തൽക്കാലം ഇതിൻ്റെ അകത്ത് ഞാൻ തയ്ക്കുന്നത്. പിന്നെ കുറേ ഹാർഡ് വർക്ക് ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ അകത്ത് തയ്ക്കാമെന്ന് വിചാരിച്ചു. ഹാർഡ് വർക്കാകുമ്പോൾ നമുക്ക് പൈസ സെയിലാകുമ്പോൾ പൈസയും വരുമല്ല, നമുക്ക് ബില്ല് കുഴപ്പമില്ല. അതുകൊണ്ട് ഇതിലിടില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പഠിച്ചിട്ട് ഇതിലാക്കുന്നത്. ഇതിൽ ഇട്ടായിട്ട് നനയ്ക്കുമ്പോൾ കുറേ ഇതാവും. അപ്പോൾ ഇങ്ങനെ ഇതിനൊരു സാധാ മെഷീൻ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കും. പിന്നെ ഇതിൻ്റെ സൂചി ഞാൻ മാറ്റാണ്. സാധാ സൂചി പറ്റൂല, അതിന് വേണ്ടുന്നൊരു വേറൊരു സൂചിയാണ്. ആ സൂചിയെല്ലാം ഇട്ട് കൊടുത്തിട്ടാണ് ഇതിൻ്റെ അകത്ത് ഞാൻ ബാഗിൻ്റെ പണി എടുക്കുന്നത്. ഇതിന് ബാഗിന് ഈ സാധാ മെഷീനായിട്ട് അതിന് തുന്നാവില്ല. ഇതിന് കുറച്ച് സാധനങ്ങൾ മാറ്റാനുണ്ട്. മാറ്റി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ബാഗ് തുന്നാൻ പറ്റും. തുണീൻ്റെ അല്ലല്ലോ, ഇത് നമ്മൾ ബട്ടർ ക്ലോത്തിൻ്റെ ഇതാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ഈ മെഷീനെ ഞാനതറിഞ്ഞ അത്രയും നല്ല ഇതിന് നോക്കുന്നുണ്ടായിരുന്നു. ഇത് ഞാൻ പഠിക്കുന്ന കാലം തൊട്ട് ഉള്ള മെഷീനാണിത്. ഞാൻ അത്രയും പൊന്നു പോലെ ഇതിനെ നോക്കി. ഇതിൻ്റെ പെയിലൊന്നും അത്രയൊന്നും പോയില്ല. ഇത് ഓരോന്നുണ്ട്. വെറും പലക മാത്രം 3 പ്രാവശ്യമായിട്ട് മാറ്റി പലക ഉറവന്ന് പോയിട്ട് അതുവരെ നമ്മൾ ഈ മെഷീനെ ഒന്നും ഇതിൻ്റെ റിപ്പയറിങ്ങും സാധാ മെഷീൻ്റെ റിപ്പയറിങ്ങും അതെല്ലാം ഞാൻ ചെയ്യും. എന്നുവെച്ചാൽ അതുകൊണ്ട് ഇതിന് പുറത്തൊന്നും കൊടുക്കാൻ തീരെ പറ്റാത്ത എന്തെങ്കിലും പൊട്ടിയിട്ടുണ്ടെങ്കിൽ പുറത്ത് കൊടുക്കും. ബാക്കിയെല്ലാം ഇതിൻ്റെ റിപ്പയറിങ് എല്ലാം ഞാൻ ഒരു റിപ്പയറിങ് എല്ലാം ചെയ്യും. എടുത്ത് ഇതിൻ്റെ ലൈനിങ് കൊടുക്കാം. കഴിക്കണം. കഴിക്കുന്നതിന് നമ്മൾ ബാഗ് ഇടുമ്പോൾ അങ്ങനെ പൊന്തി നിൽക്കും. ഈ ലൈനിങ് ഉള്ളിൽ കൊടുക്കുന്ന ലൈനിങ് നല്ല നീറ്റായിരിക്കണം. നീറ്റില്ലെങ്കിൽ നമ്മൾ ബാഗ് ചിലപ്പം ഈ സാരി ബ്ലൗസിൻ്റെ ലൈനിങ് എല്ലാം കൊണ്ടുവന്നാൽ കഴുകാണ്ട് നമ്മൾ കഴുകിയിട്ട് നമ്മൾ ലൈനിങ് എല്ലാം വെക്കാം. സാരി ബ്ലൗസിൻ്റെ ആയാലും ചുരിദാറിൻ്റെ ആയാലും കഴുകി അത് ഇസ്തിരി ഇട്ടതിന് ശേഷം നമ്മളത് പിന്നെ മുറിച്ചിട്ട് തയ്ക്കാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ ചില ആൾക്കാർ ബ്ലൗസ് പുറത്തുനിന്നെല്ലാം തയ്ച്ചു കഴിഞ്ഞാൽ അത് ഉള്ളിൽ ടൈറ്റായി ഇപ്പോൾ ലൈനിങ് വിട്ടു പോകുന്നതെന്ന് വെച്ചാൽ അത് കഴുകാണ്ട് അവർ ഉപയോഗിക്കുന്നുണ്ട്. അത് തുരിയെല്ലാം ചില ആൾ കഴുകൊന്നുമില്ല, പെട്ടെന്ന് ഇതാക്കും. നമ്മളെല്ലാം കഴുകി ലൈനിങ് കൊണ്ടുവന്നാൽ എല്ലാം കഴുകി അത് ഇസ്തിരി ഇട്ട് അതിന് ശേഷമാണ് പിന്നെ കട്ട് ചെയ്തിട്ടാണ് തുന്നുന്നത്. അപ്പോൾ നമുക്ക് പ്രശ്നം വരില്ല. ചിലത് കഴുകാത്തതുകൊണ്ടാണ് ഈ ബ്ലൗസ് ഒരു കഴുകൽ കഴിഞ്ഞാൽ പിന്നെ ഈ മേലെ പൊന്തി നിൽക്കുന്ന പോലെ കാണുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ബാഗിനും നമ്മൾ എല്ലാം കട്ട് ചെയ്യുന്ന സമയം ലൈനിങ് കൊടുക്കുന്ന സമയത്ത് നല്ല ഫിനിഷിംഗ് ആയിട്ട് നല്ല ഇത് വെക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ പൊന്തിയ പോലെയുണ്ട്. അപ്പം ഇതിന് ലൈനിങ് എല്ലാം കൊടുത്ത് നല്ല ലൈനിങ് എല്ലാം കൊടുത്ത് നല്ല ഇതായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത സൈഡിലെയും മറ്റേ ഒരു ഭാഗത്തിൻ്റെ അതിന് ലൈനിങ് കൊടുക്കുക. ഇങ്ങനെ ബാക്കി വരുന്ന നല്ല കട്ടെല്ലാം ചെയ്ത് നല്ല ഫിനിഷിങ്ങായിട്ട് നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ അതൊരു ഫിനിഷിങ് വർക്ക് ചെയ്യും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമുക്ക് ഓർഡർ കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് നല്ല ഇതായിരിക്കണം. നല്ലെല്ലാം കട്ടെല്ലാക്കി നല്ല അടിപൊളിയാക്കി. അപ്പോൾ ഇതൊരു ഒരു ഭാഗത്തെയാണ്.
ഇതിൻ്റെ രണ്ട് സൈഡിൽ നമുക്ക് ലൈനിങ് കൊടുക്കാം. സൈഡിൽ ഞാൻ ക്രോസ് ആക്കിയിട്ട്